വിളിച്ചാത്ത പരിപാടിക്ക് പോയി ഫുഡ് കഴിച്ചിരിക്കണം ഞങ്ങൾ. അത് അടിപൊളിയാട്ടോ. ഇന്ന് അങ്ങനെ ഒരു ദിവസമാണ്. ഇന്ന് മൂന്നാം പെരുന്നാളാണ്. പെരുന്നാളായിട്ട് ഞാൻ മാളിക്കുന്നിൽ നിന്നിട്ടുണ്ടായില്ല. അപ്പോൾ കോട്ടപ്പാടത്ത് നിന്ന് വരുന്ന വഴിയാണ് ഈ ഒരു കട്ടൗട്ട് കണ്ടത്. സംഭവം ഒരു നാട്ടിൽ പാർട്ടി ആണെങ്കിലും ഫുട്ബോൾ ടീം ആണെങ്കിലും പല പല ടീമുകളും ഉണ്ടാവില്ല. അപ്പോൾ അതാ നമ്മളെ ഫ്രാൻസിന്റെ ടീമാണിത്. അതിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് അടിയിൽ കൊടുത്തുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രാൻസ് അല്ല, ഞാൻ ബ്രസീൽ ടീമാണ് കേട്ടോ. ഇന്ന് മാളിക്കുന്ന് വന്നത് സുനിറാന്റെ കൂടെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഹോസ്പിറ്റലിൽ പോയ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. തിരിച്ചു വന്ന് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ച് നേരെ പെരിക്ക് പോയി. പെരി പോയിരുന്നിട്ട് ഒരു സുഖമല്ലോ, മാറ്റി റെഡിയാവും ചെയ്തുകൊണ്ട് എവിടേക്കെങ്കിലും പോകാന്ന് പറഞ്ഞു. അപ്പോഴാണ് കച്ചേരിപ്പറമ്പ് സൽക്കാരം നടക്കുന്നുണ്ട്. വേഗം അങ്ങോട്ട് വിട്ടുട്ടോ. അവിടെ പിന്നെ നമുക്ക് ക്ഷണമൊന്നും വേണമെന്നില്ല, അമ്മക്ക് ക്ഷണം ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഓരോരുത്തരുടെ മുഖത്തും ഞങ്ങളെ കണ്ട ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. കാരണം പരിപാടി പറയാതെ കയറി വന്നിക്കല്ലേ. അങ്ങനെ ഞെട്ടലൊന്നും കേട്ടോ. ഞാൻ വെറുതെ ഇത് ഫൈസലിന്റെ ഫ്രണ്ടാണ്. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. ചെന്ന പാടെ തന്നെ ആ കാര്യത്തിൽ നമ്മൾ അധികം വൈകാൻ പാടില്ല. കാരണം ചൂട് പോകും. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വെച്ചു. ഈ കുരിപ്പ് കയറ്റുന്നത് നാരങ്ങയാണ് കേട്ടോ. ഒരു എക്സ്പ്രഷനും ഇല്ലാതെ ചവച്ചരച്ചിട്ടാണ് ഇവനും ഇവന്റെ കസിനും കൂടി തിന്നത്. ഇന്റെതൊക്കെയാണ് ഈ കണ്ണ് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നുണ്ടാവും പൊളിച്ചിട്ട്. ഇത് ഒരു എക്സ്പ്രഷനും ഇല്ലാതെ ഉണ്ട് കഴിക്കണത്. പിന്നെ നല്ല അടിപൊളി പാലട പായസം ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ മെയിൻ ആൾക്കാരൊക്കെ സൽക്കാരം കഴിഞ്ഞ് പോയിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. കുഞ്ഞോളെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ആൾക്കാരൊക്കെ വന്ന് പോയിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫൈസലിന്റെ ഫ്രണ്ടും വൈഫൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അവന്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഭയങ്കര കമ്പനിയാണ്. തൊള്ള തുറന്ന പിന്നെ കൂട്ടൂലല്ലോ, അതുകൊണ്ടാണ്. ആളെ വൈഫിനെ ഫസ്റ്റ് ടൈം കാണുന്നുണ്ടോ. ഭയങ്കര കമ്പനിയാണ്, കോഴിക്കോട്ടുകാരത്തിയാണ്. അപ്പോൾ അത് ഓലൊക്കെ പോയിട്ട് പിന്നെ ഫൈസലിനായിട്ട് കുറച്ച് നേരം ചർച്ച ഉണ്ടായിരുന്നു. ഫൈസൽ പിന്നെ ഞാൻ വീഡിയോ ഓണാക്കി ചെന്നാൽ ദയനീയമായിട്ട് പറയും വീഡിയോ എടുക്കേണ്ടടി എന്നുള്ളത്. പക്ഷെ ഞാൻ വിടും, ഞാൻ വീഡിയോ എടുത്തിട്ടേ വിടുള്ളൂ കേട്ടോ. എന്റെ വീഡിയോ ഇടണ്ടടി എന്ന് പറഞ്ഞാലും ഞാൻ പോയി പണിയാക്കാൻ പറയട്ടോ. ഞാൻ ആ വീഡിയോ ഇടും. എല്ലാം ചടപടേ എന്ന് പറഞ്ഞ മാതിരിയാണ്. പന്തലയിച്ച് എല്ലാ ഐറ്റംസും വണ്ടി കയറ്റി കൊണ്ടേ കൊടുക്കുകയുണ്ട്. അപ്പോൾ സൽക്കാരവും കഴിഞ്ഞു, അതിന്റെ എല്ലാ അറ്റകുറ്റപ്പണികളും കഴിഞ്ഞു. എന്റെ പരിപാടിക്ക് വിളിച്ചാതെ കയറി വന്നിക്കണേ എന്നുള്ളത് ചിന്തിക്കരുത് കേട്ടോ. എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കയറി വരാൻ പറ്റുന്ന സ്ഥലമാണ് ഇവിടെ. ഞാൻ പൊതുവേ എങ്ങനെയുണ്ടോ, എന്നെ സ്പെഷ്യലായിട്ട് വിളിച്ചതൊന്നുമില്ല. ഫാമിലിയിൽ പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കയറി ചെല്ലും. പിന്നെ സുനീറ എങ്ങനെയല്ല, അത്രയും കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് സുനീറ ഇവിടേക്ക് പോകുന്നത്. പിന്നെ നമ്മൾ ചെല്ലണ്ടാന്ന് തോന്നുന്ന എന്തെങ്കിലും പരിപാടികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കയറി ചെല്ലൂല കേട്ടോ. പിന്നെ എനിക്ക് പറ്റണോടാണെങ്കിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ഞാൻ എല്ലായിടത്തും കയറി ചെല്ലും. എല്ലാ മുത്തമാരോട് കൂടി ഞാൻ അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും കഥ പറച്ചിലൊക്കെ കഴിഞ്ഞ് പുതിയനോട് ചാച്ചാ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ട്. അപ്പോൾ വീഡിയോ ഇത്രയോട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്